നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ പേഴ്സണെയാണ്. ഇത് ശ്രീരാം. ഭയങ്കര പാഷനേറ്റ് ആണ് കുക്കിങ്ങിന്. ഞങ്ങൾ കുക്കിംഗ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, അപ്പം അതുപോലെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ശ്രീരാമിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മൈസൂർ പാക്ക്. നമുക്കറിയാം, അത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. അപ്പം ഇത് കറക്റ്റ് റെസിപ്പി, അതുപോലെ തന്നെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റി എല്ലാം വെച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ശ്രീരാം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചേരുവകൾ നോക്കാം. ഇതിന് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് വേണം. കടലമാവ് 1 കപ്പ് കടലമാവ്. നമ്മൾ ഏത് അളവിലെടുത്താലും ഇത് അളവ് നോക്കി എടുക്കണം. തൂക്കത്തെക്കാളും അളവ് നോക്കി എടുക്കുന്നതാണ്, വ്യാപ്തം അനുസരിച്ചാണ് എളുപ്പം. അപ്പോൾ 1 കപ്പ് കടലമാവ്, അതിന് 2 കപ്പ് മുതൽ 2.5 കപ്പ് വരെ പഞ്ചസാര ഇടാം. ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ 2.5 കപ്പ്, അല്ലെങ്കിൽ 2 കപ്പ് മതിയാവും. ചിലർ 3 ഇടുന്നവരുണ്ട്. ആദ്യമൊക്കെ ഞാൻ 3 ഇട്ടായിരുന്നു ചെയ്തോണ്ട്, പക്ഷെ അത് നമുക്ക് ഒരു കഷ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഈ കടലമാവ് തീ വളരെ കുറച്ച് വെച്ച് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വറുത്തെടുക്കുക. ചെറുതായിട്ട് അതിന്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മണം കഴിയും. അതിന്റെ ആ ഒരു മൈസൂർ പാക്കിന്റെ തന്നെ മണം നമുക്ക് അവിടെ ഫീൽ ചെയ്യാം, ആ കടലമാവ് വറുക്കുമ്പോഴത്തെ മണം. പിന്നെ നമ്മള് ഹിന്ദിയില് ഇതിന് ബേസൻ എന്ന് പറയും. അപ്പൊ ഈ കടലമാവ് ആണ് ഈ മൈസൂർ പാക്കിന്റെ മെയിൻ. അത് ആക്ച്വലി എന്താണ് ഈ കടലമാവ്? നമ്മുടെ ഈ പൊട്ടുകടല, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഈ കടല ഉണ്ടല്ലോ, പുട്ടിനൊക്കെ വെക്കുന്ന കടല, ചിക്ക് പീസ്, ആ കടലയുടെ അത് നന്നായി വറുത്ത് അതിന്റെ തൊലി കളഞ്ഞ് എടുത്ത് അത് പൊടിച്ചെടുക്കുന്നതാണ് കടലമാവ്. അതായത് കറുത്ത കടല. അതെ, കറുത്ത കടല. അതെ, കറിക്കടലയുടെ വറുത്തെടുത്ത് അതിന്റെ തൊലി കളഞ്ഞതാണ്. ഇപ്പോ നോർത്തിൽ നോക്കിയാൽ അതില്ലാതെ ഒരു സ്വീറ്റ് ഇല്ല, ഒരു സേവറി ഇല്ല. അതില്ലാണ്ട് അവർക്ക് ഒന്നും പറ്റില്ല. ബേസൻ കാ ലഡു, ഈ ബേസൻ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ്, അതായത് നാവില് പോകുന്ന. അതെ, അതിന് നല്ല ന്യൂട്രീഷൻ ഗുണങ്ങളും ഉണ്ട്. ചിക്ക് പീസ് എന്ന് പറഞ്ഞ വളരെ പ്രോട്ടീൻ റിച്ച്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നല്ല വാസന വരും. അല്ലാതെ നമുക്ക് ഒത്തിരി അങ്ങ് വറക്കണ്ട, കളർ മാറത്തക്ക രീതിയിൽ വേണ്ട. ഇത് ആ പച്ചമണം മാറാൻ മതി. അതെ. അപ്പൊ ഏതാണ്ട് ഇത് ആയിട്ടുണ്ട്, മണം വരുന്നുണ്ട്. ഈ വറുത്ത മാവൊന്ന് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിൽ ഇട്ട് ഇത് അരിച്ചിട്ട് ഇതിൽ ഈ കട്ടകൾ വരും. അപ്പൊ ആ കട്ടകളെല്ലാം നമ്മൾ ഒടിച്ചു കളയണം. അതിങ്ങനെ ഇതിലിട്ടിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താല് ആ കട്ടകളൊക്കെ മാറും. പിന്നെ അതിൽ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അത് മാറിക്കിട്ടും. അപ്പൊ നമുക്കത് അരിക്കാം. ഇനി നമ്മള് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് അളവൊന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ ഈ കടലമാവ് ചൂടാക്കിയ പാത്രത്തിൽ തന്നെ ചെയ്യാം. അതിൽ തന്നെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ മാവെല്ലാം ഇതിൽ മിക്സ് ആവും. അപ്പൊ ഇതിൽ നമ്മള് 1 ഭാഗം കടലമാവ് ഇട്ടാൽ അതിന് 2 ഭാഗം മുതൽ 2.5 കപ്പ് വരെ നമുക്ക് പഞ്ചസാര ഇടാം. അപ്പൊ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2.5 കപ്പ് ഇടാം. അല്ല, മിതമായ മധുരം എന്നുണ്ടെങ്കിൽ 2 കപ്പ് ഇട്ടാൽ മതിയാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ 3 കപ്പ് വരെ ഇടാം. 3 വരെ. ആദ്യമൊക്കെ ഞാൻ 3 ഇട്ടാണ് ഞാൻ പഠിച്ചത്. എന്നെ പഠിപ്പിച്ച ആള് എനിക്ക് 3 അതിന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞത്. പക്ഷെ 3 നമുക്ക് വളരെ കൂടുതലാണ്. ഇപ്പൊ എല്ലാരും കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കുമ്പോ നമ്മൾ ഒരു കഷ്ണം തിന്നാലും അത് നമുക്ക് അമിതമാകരുത്. അപ്പൊ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുറുകി വരണം. ഇതിനങ്ങനെ കമ്പിപ്പാക അങ്ങനെയൊന്നും കണക്കില്ല. വൺ സ്ട്രിങ് ഒന്നും വേണ്ട. നന്നായിട്ടൊന്ന് തിളച്ച് മുഴുവൻ ഡിസോൾവ് ആണ്, നന്നായി അലിഞ്ഞു, പഞ്ചസാര അലിയണം. ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നെയ്യ് തയ്യാറാക്കി വെക്കുക അടുത്ത് തന്നെ. സപ്പോസ് ഇപ്പൊ നെയ്യ് ഉറഞ്ഞിരിക്കുന്ന നെയ്യാണ്, ഇതിപ്പോ നന്നായി അലിഞ്ഞിരിക്കുന്ന നെയ്യാണ്. ഉറഞ്ഞ നെയ്യാണെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അത് ദ്രാവക രൂപത്തിൽ വെക്കുക.
അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നെയ്യ് ഒഴിക്കാൻ തുടങ്ങുള്ളൂ. ഇതെല്ലാം കൂടെ ഒരു മിശ്രിതമായിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതാദ്യം തിളയ്ക്കണം, നന്നായിട്ട് പാകി തിളയ്ക്കണം. വീട്ടിലിങ്ങനെ പല ആഘോഷങ്ങൾക്കും ഈ പലഹാരം ഉണ്ടാക്കാനായിട്ടൊക്കെ വരും. ദീപാവലിക്കൊക്കെ എനിക്കൊരു മാമ ഉണ്ടായിരുന്നു. ആ മാമ വന്ന് അപ്പോൾ ചിലരൊന്നും സമ്മതിക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അപ്പുറത്ത് പോയിക്കുക, ഇവിടെ എന്താ കാര്യം, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തരാം എന്ന് പറയും. പക്ഷെ ഈ മാമ അങ്ങനെയല്ല. എന്താ നിനക്ക് ഇഷ്ടമാണോ എന്നാ ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ 1-2 പ്രാവശ്യം സഹായിക്കാനായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആരും അറിയാതെ പോയി പുറകിൽ നിന്ന് അങ്ങനെ കണ്ടു പഠിച്ചതാണ്. പിന്നെ തന്നെ 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ നമ്മുടെ ഈ പണിയും ജോലിയും നമ്മുടെ നിത്യമായിട്ടുള്ള വർക്ക് റൊട്ടീനൊക്കെ വിട്ട് പ്രൊഫഷൻ നമ്മൾ ബിസിയാണ്. പക്ഷെ ഇപ്പൊ അവധിയൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഒരു സന്തോഷമാണ്. വിശ്രമിക്കുന്നതിലും എനിക്കിഷ്ടം എന്തെങ്കിലും ഇതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി. പുതിയതായിട്ട് ഉണ്ടാക്കുന്നതെല്ലാം ക്രിയേറ്റീവ് ആണല്ലോ. കുക്കിംഗും ഭയങ്കര ക്രിയേറ്റീവ്. അതെ അതെ, കുക്കിങ്ങിൽ പല വിധത്തിൽ ട്രൈ ചെയ്യാം. അതുപോലെ നമ്മൾ വളരെ വെള്ളം കുറച്ച് വെച്ച് പാനിയാക്കിയാൽ കുക്കിംഗ് ടൈം കുറയും. അപ്പൊ നമുക്ക് അത്രയും കുറച്ച് ഇളക്കിയാൽ മതി. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുമോ? കിട്ടും. സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മൾ ആഡ് ചെയ്യുന്ന നെയ്യെ ആശ്രയിച്ചാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് നമ്മൾ പ്രത്യേകം വെക്കണം. അല്ലെങ്കിൽ എത്ര കഴിയാലും നമ്മൾ ആ ഒരു മസാലയുടെ ഒക്കെ മണം ഇനി മുമ്പ് എന്തുണ്ടാക്കിയോ അതിന്റെ മണം അതിലുണ്ടാവും. അപ്പൊ അതിന്റെ ഫ്ലേവറിനെ കുറച്ചൊക്കെ ബാധിക്കും. ഇപ്പൊ മതി. ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാല് ആദ്യം അത് അടിക്ക് പിടിക്കാണ്ടിരിക്കും ഈ സൈഡിലൊക്കെ. അപ്പൊ ശകലം നെയ്യും ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ പതയും. അപ്പോഴാണ് ബാക്കി ഒഴിച്ചു കൊടുക്കും. തോറും അതിങ്ങനെ അബ്സോർബ് ചെയ്യും. അവസാനം ഇത് അബ്സോർബ് ചെയ്യാതെ വിട്ടുവരുന്ന ഒരു അവസ്ഥയിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. അതാണ് അതിന്റെ ശരിക്കും അതെ പാകം. പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയാല് ഉറഞ്ഞു പോകും, കുറച്ച് നേരത്തെ ആയാല് കുഴഞ്ഞു പോകും. നടുക്കൊക്കെ തിള വന്നു തുടങ്ങി. കണ്ടോ, ഈ തിളയും കൊമളയും വരും, വലിയ കൊമള വരും. കണ്ടോ, ഒഴിച്ചോളൂ. എത്ര സ്പൂൺ ഒഴിക്കണം? 1 സ്പൂൺ ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കാണുകയില്ല. കുറച്ച് കഴിയുമ്പോ അപ്പൊ അടുത്തത് ഒഴിക്കുക. ഈ നെയ്യ് കാണാതെ ആവും. അതെ, അവന്മാരെല്ലാം കുടിക്കും. ശരിക്കും പതഞ്ഞു ഫ്രോത്തി ആയിട്ട്. അതെ, കുറച്ചോ ഈ മൈസൂർ പാവിന് നമ്മൾ ഹെൽത്തി ആക്കാനോ നെയ്യ് കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലെ? അതാ അതിന്റെ ടേസ്റ്റ്. അതിൽ കഴിക്കേണ്ടത് അത്രേ ഉള്ളൂ. അത് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കഴിക്കാവുള്ളൂ. അതെ, അത്ര ഹൈ കാലറി ഉള്ള സ്വീറ്റ് ആണ്. മൈസൂർ പാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്കാണിത്. അപ്പം കറക്റ്റായിട്ട് ഈ ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസും ഈ പ്രൊസീജിയറും ഒക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല സക്സസ്ഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം താങ്ക് യു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.